ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്യൂട്ട് മെറ്റീരിയൽസിൻ്റെ ഒരു കളക്ഷനാണ്. നല്ല കോട്ട മെറ്റീരിയലിൽ പ്രിൻറ്റും കമ്പ്യൂട്ടർ എംബ്രോയിഡറിയും കൂടെ വരുന്ന ഒരു സെറ്റാണ് വന്നേക്കുന്നത്. നല്ലൊരു ആഷ് ഷെയ്ഡാണ്, ആഷ് ഗ്രേ ഷെയ്ഡ്, അതിൽ പിങ്കും ആഷും ഷെയ്ഡിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ബ്ലോക്ക് പ്രിൻ്റാണ് ടോപ്പിൻ്റെ ബോഡി പോർഷൻ ഫുള്ള് വരുന്നത്. എന്നിട്ട് യോക്ക് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇത് ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു കമ്പ്യൂട്ടർ എംബ്രോയിഡറി ആണ് ഈ യോക്കിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് പോർഷനും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി പീച്ച് ഷെയ്ഡിൽ ഒരു ക്രോഷ്യ ലേസും കൊടുത്ത് യോക്ക് സെറ്റ് ചെയ്തേക്കുന്നു. ഈ ഒരു വർക്ക് തന്നെ ടോപ്പിൻ്റെ ലോവർ പോർഷനിലും ഫുൾ ബോർഡറായിട്ട്, ഈ ഒരു ലോവർ പോർഷനിൽ ബോർഡറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ക്രോഷ്യ ലേസും കൊടുത്ത് ആ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബോഡിയിൽ ഫുള്ള് പ്രിൻറ്റും, ഈ ഫ്രണ്ട് പോർഷനിൽ അതേ പ്രിൻ്റ് തന്നെയാണ് ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് വരുന്നത്. പ്രിൻ്റേ ഉള്ളൂ ടോപ്പിൻ്റെ വരുന്നത്. സ്ലീവ്സ് ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ ബോർഡറിലും സെയിം കമ്പ്യൂട്ടർ എംബ്രോയിഡറി തന്നെ, യോക്കിൽ കൊടുത്തേക്കുന്ന ആ ഒരു കമ്പ്യൂട്ടർ എംബ്രോയിഡറി തന്നെ സ്ലീവ്സിൻ്റെ ബോർഡറിൽ കൊടുത്തേക്കുന്നു. രണ്ട് സൈഡും ക്രോഷ്യ ലേസ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നായിട്ട് കുഞ്ഞ് 3-4 പിൻഡെക്സും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു 3-4 പിൻഡെക്സും കൂടെ സ്ലീവ്സിൻ്റെ ആ ബോർഡറിൻ്റെ തൊട്ട് മുന്നായിട്ട് കൊടുത്തേക്കുന്നു. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ആ ഒരു ഭംഗി വരുന്നത്. നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ്. ദുപ്പട്ട ആണെങ്കിലും സെയിം മെറ്റീരിയൽ തന്നെ, കോട്ട മെറ്റീരിയൽ വന്നിട്ട് രണ്ട് സൈഡും ഈ കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഫുൾ ചുറ്റും ബോർഡർ ആയിട്ട് പോയേക്കുന്നു. അപ്പോൾ ആ ബോർഡറിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് സൈഡും ക്രോഷ്യ ലേസും കൊടുത്ത് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ പ്രിൻ്റ് ഇല്ല. ഇത് ബോട്ടം വരുമ്പോഴത്തേക്കിന് ഈ ഒരു കോട്ടൺ പീച്ച് ഷെയ്ഡിലെ കോട്ടൺ ബോട്ടം. ഈ ഒരു സെറ്റിൻ്റെ തന്നെ ഇനി അടുത്ത ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിലും ഈ ഒരു പീച്ച് കോംബോ തന്നെ ഇട്ട് പീച്ച് ഷെയ്ഡിട്ട് പ്രിൻ്റ് വരുന്നു. യോക്കിൽ വൈറ്റ് പാച്ച് കൊടുത്തിട്ട് അതിൽ ഫുള്ള് കമ്പ്യൂട്ടർ എംബ്രോയിഡറി ക്രോഷ്യ ബ്ലാക്ക് ലേസ് കൊടുത്തേക്കുന്നു. ലോവർ പോർഷനിലും അതേപോലെ തന്നെ ലേസും വർക്കും കൂടെ കൊടുത്ത് ബോർഡറും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇനി യോക്കിലെ കളറ് മാത്രം ഇച്ചിരി വൈറ്റ് ചെയ്തിട്ട് വരുന്നു. ദുപ്പട്ട വരുമ്പോഴത്തേക്കിന് ബ്ലാക്ക് പ്ലെയിൻ ദുപ്പട്ട വന്നിട്ട് ഈ സെയിം യോക്കിലെ വർക്ക് തന്നെ ദുപ്പട്ടയ്ക്ക് ചുറ്റും. ഇതൊരു സെറ്റിങ്. ഇനി അടുത്തത് വരുന്നത് ക്രീം ഷെയ്ഡിൽ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളൊരു കോംബോയാണ്. പ്രിന്റിങ് വരുന്നത് ക്രീമിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, യോക്കും ക്രീം ഷെയ്ഡിൽ തന്നെ പിങ്കും ഗ്രീനും കൂടെ ഒക്കെ ആ സെയിം വർക്ക് തന്നെ വരുന്നു. സ്ലീവ്സും സെയിം തന്നെ. ഇപ്പം ഈ കണ്ട എല്ലാം ഒരേപോലെ തന്നെയാണ്. ബോട്ടം വരുന്നത് ഇതിൻ്റെ പിങ്ക് ഷെയ്ഡാണ്. ദുപ്പട്ട ഇത് വരുന്നു, ബോട്ടം പിങ്ക്. ഇങ്ങനെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഒരു ക്രീം സെറ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ യോക്കിലെ വർക്ക് മാത്രം വ്യത്യാസം. ഇത്രയും നമ്മൾ ചെയ്തതെല്ലാം ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആയിരുന്നു. ഇത് വരുമ്പോഴത്തേക്കിന് കമ്പ്യൂട്ടറിൻ്റെ ഫ്ലവേഴ്സ് ചെയ്തേക്കുന്ന ഒരു കമ്പ്യൂട്ടർ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. യോക്ക് പോർഷനിൽ കൊടുത്തേക്കുന്നത് സെയിം പാറ്റേണിൽ തന്നെ, വർക്ക് മാത്രം വ്യത്യാസം. ലോവറിലും എല്ലാം അതേപോലെ തന്നെ വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ടയും സെയിം തന്നെ ഇങ്ങനെ വരും അതിൻ്റെ ദുപ്പട്ട. ഇതാണ് ദുപ്പട്ട വരുന്നത്. തിക്കായിട്ടുള്ള ആ ഒരു ലേസും ഒക്കെ കൊടുത്തേക്കുന്ന ദുപ്പട്ട. ബോട്ടം ഇതിന് കൊടുത്തേക്കുന്ന ക്രീം ടോണിൽ വരുന്ന ബോട്ടം. അപ്പോൾ ഇത്രയും സെറ്റ്സ് ആണ് നമുക്ക് പുതിയത് വന്നേക്കുന്നത്. ഏതെങ്കിലും സെറ്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്